ഹായ്, ഇന്ന് അയില മീനാട്ടോ കിട്ടിയേക്കുന്നത്. അതപ്പോൾ നമുക്ക് കറി വെച്ചെടുത്താലോ? അതിനാവശ്യമായിട്ടുള്ള കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. മീൻ വെട്ടുന്നതിന് മുന്നേ ഞാൻ ഇടുവാണേ. എന്നിട്ട് മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാം കറി വെക്കുവാണേ. അപ്പോൾ കറി വെക്കുന്ന പരുവത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. 3-4 കൊച്ചുള്ളി, ഒരു ശകല ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും, ഒരു 7-8 വെളുത്തുള്ളി കാണും, പിന്നെ ശകല ഇഞ്ചിയും, പിന്നെ 3-4 കൊച്ചുള്ളി, ഒരു പച്ചമുളക്. ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് നല്ല വാടി വരണേ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ. നല്ലപോലെ വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് കുനുകുനാന്ന് അരിയുന്നതാണ് നല്ലത്. ഇത് നല്ലപോലെ ഒന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ എരിവ് കുറവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു 2.5 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും ചെറിയ സ്പൂണിന് ശകലം മഞ്ഞൾപ്പൊടിയും ശകലം ഉലുവാപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. സിമ്മിലിട്ടിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് ഈ പൊടികളെല്ലാം നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണം മാറണേ, അതുവരെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ നല്ലപോലെ വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ ആ കളറും മണവും ഒക്കെ മാറി വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ്. ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാമേ. വെള്ളം ചേർക്കുന്നതെന്ന് വെച്ചാൽ മീൻ കഷ്ണത്തിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഒരുപാട് ചാറായിട്ട് വേണമെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇത് വെട്ടി തിളയ്ക്കാൻ വേണ്ടി വിടണം. മീൻ ചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിലങ്ങ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് ഞാൻ ചീനിച്ചട്ടിയിൽ വെള്ളം നല്ല വെട്ടി തിളച്ച് കഴിയുമ്പം ഞാൻ മീൻ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ചെയ്യാനാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി, എന്നിട്ട് കുടംപുളി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഇതിപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെട്ടി തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് മീൻ ചട്ടിയിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെട്ടി തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടോ, വെട്ടി തിളച്ച് കഴിഞ്ഞേ. അപ്പോൾ ഇത് നമുക്ക് മീൻ ചട്ടിയിലോട്ട് മാറ്റാം. മീൻ ചട്ടിയിൽ മാറ്റിയിട്ട് അതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് ഒന്ന് നല്ല തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മീൻ ചട്ടിയിലോട്ട് മാറ്റി. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കണേ. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തേ ഇപ്പം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ടേ. അപ്പോൾ ചൂര മീൻ, അയില മീൻ, ഇങ്ങനെ മത്തി, ഇതൊക്കെ ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട, വെളിയിൽ തന്നെ സൂക്ഷിക്കാം. തേങ്ങയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നല്ല വെട്ടി തിളച്ച് കഴിഞ്ഞ് ഞാൻ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചായാലും ഇളക്കുക, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചെടുത്ത് ആ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന പരുവത്തിനാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് സിമ്മിലിട്ടാൽ ഒന്ന് തിള വരുവേ. എന്നിട്ട് നമുക്ക് ഇത് തുറന്ന് വെച്ച് ഒരു 10-15 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് അവസാനം ഇതിനകത്തോട്ട് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുത്ത് ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതിയേ. ഇതാണ്ട് തിളയൊക്കെ വന്നപ്പോൾ ഞാനിതൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ചുറ്റിച്ച് ഞാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
ഇതുകൊണ്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്, മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അടയ്ക്കാതെ ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ മീൻ. അപ്പോൾ അവസാനം എന്താണ്ട് ഇതുപോലെ കളറിൽ നമുക്ക് കിട്ടുവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി മീൻ കറി റെഡി. ബൈ.